തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഞാൻ ഫിലോസഫി 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ അപ്പന് ക്യാൻസറാണെന്ന് അറിയുന്നത്. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ആ രാത്രിയിൽ ഞങ്ങളുടെ സെമിനാരി ചാപ്പലിൽ പോയിരുന്നു. ഒത്തിരി സമയം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ വചനം തുറന്നപ്പോൾ ഞാൻ ഇപ്രകാരം വായിച്ചു: ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ളതാണ്. എനിക്ക് വലിയൊരു ആശ്വാസവും സന്തോഷവും നൽകി. ഞാൻ വിചാരിച്ചു എൻ്റെ അപ്പൻ സൗഖ്യപ്പെടാൻ പോവുകയാണ് എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എന്നാൽ 65 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അപ്പൻ മരിച്ചു. അത് കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് സെമിനാരിയിലെത്തി. വീണ്ടും ചാപ്പലിൽ ചെന്നു. കുറച്ച് സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് കർത്താവിനോട് ചോദിച്ചു: കർത്താവേ, ഇങ്ങനെയൊരു വചനമാണല്ലോ നീ എനിക്ക് തന്നത്, മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്ന് നീ എന്നോട് പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ അപ്പനെ നീ തിരികെ വിളിച്ചത്? പിന്നീട് മൗനമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഈ 65 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ അപ്പൻ ഈ ഒരു രോഗത്തെ അംഗീകരിച്ചത്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകാനായിട്ട് തയ്യാറായത്, ഒപ്പം തന്നെ തനിക്ക് കാണണമെന്ന് വിചാരിച്ച് എല്ലാവരെയും കാണുവാൻ, സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നവരോടൊക്കെ സംസാരിച്ചത്, ഇതെല്ലാം എൻ്റെ ഓർമ്മയിലൂടെ കടന്നുപോയി. ഞാൻ ചിന്തിച്ചു, എന്തുമാത്രം കൃപയാണ് ദൈവം തന്നത്. അതിനിടയ്ക്ക് അപ്പം പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ ചോദിച്ച് മേടിച്ച രോഗമാണ്, കാരണം എനിക്ക് ഒരുങ്ങി മരിക്കാൻ വേണ്ടിയാണെന്ന്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഈ അപ്പൻ്റെ മരണം അംഗീകരിക്കാനുള്ള ഒരു കൃപ ദൈവം നൽകി. അനേകർ പ്രാർത്ഥിച്ചു. രോഗം സൗഖ്യപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഒത്തിരി പേരോട് പ്രാർത്ഥനാ സഹായം യാചിച്ചിരുന്നു. എല്ലാവരും, അച്ഛന്മാരും ബ്രദേഴ്സും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ടായിരിക്കണം ഞങ്ങൾക്കും ആ മരണത്തെ അംഗീകരിക്കാനായിട്ട് ശാന്തതയോടുകൂടി അതിനെ സ്വീകരിക്കാനൊക്കെയുള്ളൊരു കരുത്ത് ലഭിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗം എന്തുമായിക്കൊള്ളട്ടെ, ദൈവം തീർച്ചയായിട്ടും അതിനുത്തരം തരിക തന്നെ ചെയ്യും. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ദൈവഹിതപ്രകാരമായിരിക്കും എന്ന് മാത്രം. നമ്മുടെ ജീവിതത്തിൽ അത് നന്മയായിട്ട് വരികയും ചെയ്യും. പിന്നീട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ, പ്രാർത്ഥിക്കുവാനായിട്ട് രോഗികളുടെ ഉറ്റ ബന്ധുക്കൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോഴുമൊക്കെ ഞാനിതവരെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവഹിതം സംഭവിക്കട്ടെ, അത് അംഗീകരിക്കാനുള്ള കൃപയാണ് നമുക്ക് ആവശ്യം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.